1,25,000 കിലോമീറ്റർ ഓടിയ ഒരു ജീപ്പ് മെർഡിൻ നമുക്ക് സർവീസിന് വന്നായിരുന്നു. അതിൻ്റെ മെയിൻ കംപ്ലയിൻറ്റ് ഓയിൽ ലീക്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് റിക്വയർഡ് ലൈറ്റ് മാറുന്നില്ലായിരുന്നു. അപ്പം മാറുന്നില്ലായിരിക്കാനുള്ള കാര്യം ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് അവർ ഏകദേശം 3,000 കിലോമീറ്റർ എക്സ്ട്രാ വണ്ടി ഓടിയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ലീക്ക്. അത്യാവശ്യം നല്ല ലീക്കുള്ള ഒരു വണ്ടിയായിരുന്നു. കൃത്യമായി റെക്ടിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു കംപ്ലയിൻറ്റ്സ്, എവിടെയൊക്കെയാണ് ലീക്ക് എന്നുള്ളത് കൃത്യമായി നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് വണ്ടി, ഇപ്പോൾ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് എല്ലാം എഞ്ചിൻ പാർട്സ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് മേജർ സർവീസ് ആയിരുന്നു. ഡീസൽ ഫിൽറ്റർ അടക്കം എല്ലാ ഫിൽറ്റേഴ്സും മാറി. ഓയിൽ സർവീസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓയിൽ സർവീസ് റീസെറ്റ്, ഇത് ഫ്യൂൽ ഫിൽറ്ററാണ്. അങ്ങനെ എല്ലാ പാർട്സും നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ജീപ്പിൻ്റെ ഏത് കമ്പനിയുടെ വണ്ടികൾക്ക് സർവീസ് ഞങ്ങളെ സമീപിക്കുന്നതാണ്. ഞങ്ങൾ സ്ഥലം പത്തനംതിട്ടയിലാണ്. എല്ലാത്തരം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ വർക്കുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടി വന്നത് ഏകദേശം 3,000 നിന്നാണ് ഈ വണ്ടി വന്നത്. അപ്പോൾ ഇതിന് സമയം തീരെ കുറവായിരുന്നു. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു മേജർ സർവീസ് തന്നെ ഇനിയും കുറേ സർവീസുകൾ ബാക്കിയുണ്ട്. അപ്പോൾ അദ്ദേഹം നോർമലി ഉള്ള DTC ക്ലിയർ ചെയ്തിട്ടോ അല്ലാതെ നമ്മൾ ഓയിൽ സർവീസ് റീസെറ്റ് ചെയ്തിട്ടോ ഇത് റീസെറ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിനെ സെക്യൂരിറ്റി ഗേറ്റ് വേ ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഓയിൽ ചേഞ്ച് റിക്വയർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. സോ അപ്പോൾ ഇതുപോലത്തെ എന്ത് വർക്കുകൾക്കും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിലാണ്. അത്യാവശ്യം സസ്പെൻഷൻ വർക്കുകളും പിന്നെ കുറച്ച് പെർഫോമൻസ് ലാഗൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് തിരക്കായതിനാൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരാഴ്ചക്കുള്ളിൽ വണ്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ജീപ്പിൻ്റെ ഏത് വണ്ടി, അത് മെറിഡിയൻ ആയിക്കോട്ടെ, കോമ്പസ് ആയിക്കോട്ടെ, റാംഗ്ലർ ആയിക്കോട്ടെ, ഗ്രാൻഡ് ചെറോക്കി ആയിക്കോട്ടെ, ചെറോക്കി ആയിക്കോട്ടെ, ഏത് വണ്ടി എന്തും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തീരാത്ത വർക്കുകളുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ്. ഈ സമയത്ത് വിളിക്കാം. കോൺടാക്ട് നമ്പർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.